ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ മാങ്ങ ഉപ്പിലിടാൻ പോവുകയാണ്. അപ്പോൾ വാ വീഡിയോയിലോട്ട് പോകാം. മാങ്ങ ആദ്യം തന്നെ കഴുകി നല്ലപോലെ വൃത്തിയാക്കി ഇതുപോലെ അരിഞ്ഞെടുക്കുക. പിന്നീട് അതിനുശേഷം നമ്മളൊരു ഡപ്പ എടുക്കുക, അല്ലെങ്കിൽ ഫോണി അല്ലെങ്കിൽ ഒരു ഭരണി ഉണ്ടെങ്കിൽ നമ്മൾ ഭരണി എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ അതിലേക്ക് നമ്മൾ മാങ്ങ കഷ്ണങ്ങൾ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് മാങ്ങ എടുത്തതല്ലേ കാണിച്ചുള്ളൂ. പിന്നെ അതിനുശേഷം നമ്മൾ കുറച്ചും കൂടെ എക്സ്ട്രാ മാങ്ങ അരിഞ്ഞ് ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. പിന്നീട് എരിക്ക് ആവശ്യമായിട്ടുള്ള പച്ചമുളകാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഞങ്ങളിവിടെ 3 പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നീട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. പിന്നീട് ആവശ്യത്തിന് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം നല്ലപോലെ ചേർത്ത് കൊടുക്കുക, കാരണം ഈ മാങ്ങാ കഷ്ണങ്ങൾ അതിൽ മുങ്ങിക്കിടക്കുന്ന തക്കവണ്ണം നല്ല രീതിയിൽ ചേർത്ത് കൊടുക്കുക. പിന്നീട് നമ്മൾ അടുത്തതായി ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിന് വിനാഗിരിയും കൂടെയാണ് ചേർത്ത് കൊടുക്കുക. ഇത് നമ്മൾ വളരെ സിമ്പിളായിട്ടാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ഞങ്ങൾ ഇങ്ങനെയാണ് നമ്മളുടെ വീട്ടിലൊക്കെ അച്ചാറിടുന്നത്. പിന്നെ അതിനുശേഷം ഇതെല്ലാം നല്ലപോലെ ചേർത്ത് നമ്മൾ അടച്ച് നല്ലപോലെ ഇത് കുലുക്കുക. പിന്നീട് ഇത് 4 ദിവസം കഴിഞ്ഞിട്ടേ നമ്മളിതിന് ഓപ്പൺ ചെയ്യത്തുള്ളൂ. അപ്പോൾ 4 ദിവസം നമുക്ക് കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ അതിൻ്റെ കളറൊക്കെ മാറി ഇതിന് നല്ല രീതിയിൽ ഉപ്പും എരിവും ഒക്കെ പിടിച്ചിട്ടുണ്ടായിരിക്കും. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പ്രത്യേകിച്ച് മാങ്ങ ഉപ്പിലിട്ടതിൻ്റെ ടേസ്റ്റ് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്കെല്ലാം അത് അറിയാവുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ ഫ്രണ്ട്സ്.